ഇങ്ങനെ ഒരു സർവീസ് തന്നതിൽ നെറ്റിൽ അഹിതമായിട്ടുള്ള ഇതാണ് സന്തോഷം, നന്ദി എല്ലാം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരബന്ധങ്ങൾ പ്രണമിക്കുന്നു. മാത്രമല്ല എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരബന്ധങ്ങൾ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ചൈതന്യ ചരിതാമൃതത്തിലെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് പ്രണാമം ചൊല്ലിയിട്ട് നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനശാലക്യ ചക്ഷുരുന്മിത്തം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമീതി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണീ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു സർവീസ് തന്നതിൽ പ്രധാനമായിരിക്കും ഞങ്ങളുടെ ദണ്ഡവത്സന. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരം നമുക്ക് കീർത്തന ചൊല്ലിയിട്ട് സ്വാഗതം. ശരി. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ശ്രീ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ. ജയ ഗൗര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. നിത്യായ ഗൗര ഹരി ബോൾ, നിത്യായ ഗൗര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. നിത്യായ ഗൗര ഹരി ബോൾ, നിത്യായ ഗൗർ പ്രേമാനന്ദേ ഹരി ഹരി. ശ്രീ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മകർമ്മങ്ങൾ വിവരിക്കുന്ന മഹത് ഗ്രന്ഥമാണ് ശ്രീ ചൈതന്യ ചരിതാമൃതം. അപ്പോൾ എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം കൈക്കൊണ്ട് ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരണം ശ്രീമദ് ഭാഗവതത്തിൽ രേഖപ്പെടുത്തി അതേ രീതിയിൽ തന്നെയാണ് ഈ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ ലീല ചൈതന്യ ചരിതാമൃതത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഭഗവാൻ കൃഷ്ണന്റെ ചരിതങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരിതങ്ങൾ ചൈതന്യ ചരിതാമൃതത്തിൽ. ഇത് രണ്ടും ഭക്തന്മാരെഴുതിയാണ് ഭഗവാന്റെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഇത്
നമുക്കറിയാം നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്, അതായത് നാമയജ്ഞോ മഹായജ്ഞ കലി കൽമശ നാശനം ശ്രീ രാധാകൃഷ്ണ സ്വരൂപായ ചൈതന്യായ നമോ നമഃ. എന്തിനാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്? നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അദ്ദേഹം ഈ നാമയജ്ഞം പ്രചരിപ്പിക്കുന്നത്. നാമയജ്ഞവും മഹായജ്ഞം, നമ്മൾ നാമയജ്ഞമാണ് മഹായജ്ഞം. അത് കലികൽമശം, ഈ കലിയുഗത്തിൽ കലിയുടെ കൽമശങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ഈ മഹായജ്ഞം നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ രാധാകൃഷ്ണ സ്വരൂപായ. ഇതാരാണ്? സാക്ഷാൽ കൃഷ്ണനും രാധയും കൂടി ചേർന്നിട്ടുള്ള റിസംബ്ലൻസ് ഓഫ് ലോർഡ് കൃഷ്ണ ആൻഡ് രാധാറാണി. സോ ദാറ്റ് ഇസ് കാൾഡ് അതായത് ചൈതന്യ മഹാപ്രഭു. അതാണ് ചൈതന്യ ശ്രീ രാധാകൃഷ്ണ സ്വരൂപായ ചൈതന്യായ നമോ നമഃ. അങ്ങനെയുള്ള സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിനെ വന്ദിക്കുന്നു. അതാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഈ സാധാരണ ഭഗവാൻ അവതരിക്കുന്ന 5 രൂപങ്ങളിലാണ്. അതില് ഭക്താവതാരം, ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം എന്ന് പറയുന്നത് ഭക്ത അവതാരമാണ്. നമ്മളിത് നാരദ പുരാണത്തിൽ പറയുന്നു. അതായത് അതിനകത്ത് ഭഗവാൻ നാരദമുനിയോട് പറയുന്നതാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്, അഹം ഏവ ദ്വിജശ്രേഷ്ഠ ഭഗവത് ഭക്ത രൂപേണ പ്രഥമ സന്ധ്യയാണ്. കലികാലത്തിന്റെ പ്രഥമ സന്ധ്യ, ഫസ്റ്റ് പാർട്ട് ഓഫ് കലിയുഗ. ഈ ദ്വിജശ്രേഷ്ഠ എന്താണ്? ഭക്ത. എങ്ങനെയാണ്? ഞാൻ ഒരു ഭക്ത അവതാരത്തെ, അതായത് ഭക്തന്റെ രൂപത്തിൽ അവതരിക്കുന്ന ഭഗവത് ഭക്ത രൂപേണ്, ഭഗവാന്റെ ഭക്തന്റെ രൂപത്തിൽ ഞാൻ അവതരിക്കുന്ന. എന്തിനാണ്? ലോകൻ രക്ഷാമി സംഭവ. ഈ കലിയുഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ദ്വിജശ്രേഷ്ഠനായിട്ടുള്ള നാരദമുനി കലികാലത്തിൽ ഞാനൊരു ഭക്തനായിട്ടാണ് അവതരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഭക്താവതാരം, ഭക്താഖ്യം, ഭക്ത ചൈതന്യം. ഭഗവാന്റെ ഈ 5 രൂപങ്ങളിലാണ് സാധാരണ ഭഗവാൻ അവതരിക്കാറുള്ളത്. അതിൽ ഈ അവതാരം എന്ന് പറയുന്നത് ഭക്തന്റെ അവതാരത്തിലാണ്. ഇന്നത്തെ നമ്മുടെ അധ്യായം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ രഹസ്യ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ അധ്യായം ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ രഹസ്യ കാരണം. പ്രധാനമായിട്ട് ഇതിന് 3 കാരണങ്ങളാണ്. അതൊരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ശ്രീ രാധാ റാണിയുടെ ഭാവം അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഈ രൂപം കൈക്കൊണ്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിൽ തന്നെയുള്ള ഈ അതീന്ദ്രിയ പ്രേമരസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം ഭഗവാൻ എന്ന് പറഞ്ഞ സർവരസച്ചാറാണ്, അല്ലേ? അപ്പൊ ആ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാധുര്യ രസഭാവം അത് ആസ്വദിക്കുന്നതിന് വേണ്ടി തന്നിൽ തന്നെയുള്ളു. അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഈ അവതാരത്തിന്റെ ഉദ്ദേശം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രാധാറാണി രുചിച്ച അതേ ആനന്ദ അനുഭൂതി അത് ആസ്വദിക്കുന്നതിനായിരുന്നു മൂന്നാമത്തെ കാരണം. നമുക്ക് ആ അന്ത്യലീലയിലേക്ക് വരുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ആദ്യം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. രാധാറാണി എന്ന് പറയുന്നത്, കൃഷ്ണനും രാധ എന്ന് പറയുന്നത് ഒരാള് ഏകീ ആത്മാവ്, ഒരാത്മാവാണ്. ദ്വിജ ശരീരം, 2 ശരീരമാണെങ്കിലും ഏകീ ആത്മാവാണ്. അപ്പൊ നമ്മൾ ഇത് എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന ആൾക്കാരൊക്കെ മറ്റു രീതിയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള രീതിയിൽ കാണുന്ന ഭാവമല്ല ഇത്. അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ട് ശരീരമാണെങ്കിലും ഏകീ ആത്മ, രണ്ടും ഒരാത്മാവ് തന്നെയാണ്. എല്ലാവരും ഇത് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ആസ്വദിക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ ചാപ്റ്റർ നിങ്ങളത് ആസ്വദിക്കാൻ. ഇത് നമ്മൾ 25 വരെയാണ് കഴിഞ്ഞ
ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ എടുത്തെന്ന് തോന്നുന്നു. ഇനി 26ാമത്തെ ശ്ലോകമാണ് ഇതിനകത്ത് പറഞ്ഞത് ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണങ്ങൾ. ശ്ലോക 26. പ്രിയായതി മനകരി കരയി വത്സന വേദസ്തുതി ഹൈദേ ഹരേ ശ്രീ മോരമാന വർത്തനം. പ്രിയപ്പെട്ടവരുടെ മുഖം വീർപ്പിച്ചുള്ള ശകാരം വേദസ്തുതികളിൽ നിന്ന് എൻ്റെ മനസ്സിനെ കവർന്നെടുക്കുന്നു. ഇതില് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഉപനിഷത്തുകളുടെ പ്രസ്താവന അനുസരിച്ച് എല്ലാ ജീവസത്തുകളും പരമോന്നത ജീവസത്തയായ പരമജീവോത്തമ പുരുഷന്റെ ആശ്രിതരാണ്. കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നിത്യോ നിത്യാനാം ചേതനാനാം ഏകോ ബഹുനാം യോ ഹിതാദി കാമാൻ. ശാശ്വതനായ ഒരു ജീവസത്ത ശാശ്വതരായ മറ്റെല്ലാ ജീവസത്തകളെയും താങ്ങി നിൽക്കുന്നു. ഭഗവാൻ മറ്റെല്ലാ ജീവസത്തകളെയും പരിപാലിക്കുന്നതിൽ പ്രേമ വ്യവഹാരങ്ങളുടെ പരസ്പര വിനയത്തിൽ ഒത്തുചേരുമ്പോൾ അവ അവിടുന്ന് അതിന് വിധേയരായത് തുടരുന്നു. ഇതാണ് നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീതയിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ അതാണ് മാമേ അംശ ജീവലോകെ ജീവഭൂത സനാതനം. സോ ഭഗവാനാണ് നമ്മളുടെ എല്ലാം ആശ്രയം, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. സോ അപ്പോൾ നമ്മളും പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന് പറഞ്ഞത് ഭഗവാനെയാണ്. അപ്പൊ നമ്മള് ഭഗവാനെയാണ് പൂർണ്ണമായിട്ടും ആശ്രയിക്കേണ്ടത്. കാരണം ആത്മാവ് പരമാത്മാവിന്റെ അംശമായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പരമാത്മാവിനെയാണ്, അതാണ് നിത്യവും നിത്യം. അത് കഠോപനിഷത്തിൽ ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. നമ്മളും പൂർണ്ണമായിട്ടും പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. തുടർന്നുള്ള ഇതില് പറയുന്നത് നമ്മള് ഭഗവാന്റെ സ്ഥാനത്തെ, അതായത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ അഹീതുമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാനെ ആ സ്ഥാനങ്ങൾ നമുക്ക് ശരിക്കും അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശുദ്ധമായിട്ടുള്ള ഭക്തിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കിത് നമ്മൾ സാധാരണ ഒരു വൈദിക ഭക്തിയിൽ കൂടിയൊന്നും അല്ല ഇത് മനസ്സിലാക്കുന്നത്. കാരണം വൈകുണ്ഠ ലോകത്തിലാണ് ഭഗവാന്റെ ഔദ്യോഗികമായിട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത് വൈകുണ്ഠ ലോകങ്ങളിലാണ്. അപ്പൊ അങ്ങനെയുള്ള വൈകുണ്ഠ ലോകത്തിൽ അതീതമായിട്ടുള്ള ലോല വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ ശരിക്കുമുള്ള ഈ പ്രേമ വ്യവഹാരങ്ങൾ നടക്കുന്നത്. അവിടെയാണ് അത് ഭഗവാന്റെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രേമഭക്തിയിലേക്ക് വരുന്നവരുമായിട്ടുള്ള ഭഗവാന്റെ ലീല പ്രേമ വ്യവഹാരങ്ങൾ നടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഗോപികമാരുടെ ഭക്തി. ആ രീതിയിലുള്ളൊരു ഭഗവാനുമായിട്ടുള്ള ആ പ്രേമ വ്യവഹാരം, അത് ആദ്യം നമുക്ക് ആ ഒരു പ്രേമഭക്തിയിലേക്ക് വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് നമ്മള് ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരാം. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണാബോധം പറഞ്ഞത് കൃഷ്ണാബോധം എന്ന് പറഞ്ഞാൽ തന്നെ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ശുദ്ധഭക്തി കൃഷ്ണപ്രേമ. ശരിക്കുള്ള ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമമാണ്, ഭഗവാനുള്ള പ്രേമഭാവമാണ്. കാബുന ശ്രവണാദി ശുദ്ധചിത്ത് കാരണ ഉദയം. അപ്പൊ ഇത് ഈ ശുദ്ധഭക്തി അല്ലെങ്കിൽ കൃഷ്ണ പ്രേമഭക്തി ഒരാളിൽ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ്? അത് എൻ്റെ കാരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ശ്രവണാദി ചുത്തചിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ നാമമൊക്കെ ചൊല്ലി ആ പരിശുദ്ധ ഒരു ചിത്തത്തിലേക്ക് വരുമ്പോൾ, ശുദ്ധിയിലേക്ക് വരുമ്പോൾ മാത്രമേ കാരണ ഉദയം, നേരെ ഈ പ്രേമഭക്തി ഉണരത്തുള്ളൂ. ശരിക്കും ഈ ഭാവങ്ങളൊക്കെ നമ്മൾ കൃഷ്ണ ഈ പറഞ്ഞിട്ടുള്ള ഇത് ഉൾക്കൊള്ളാൻ എങ്ങനെ ചൈതന്യ മഹാപ്രഭുൻ
രാധാറാണിയുടെ ഭാവം എങ്ങനെ ആസ്വദിക്കുന്നുള്ളത് നമ്മൾ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ മനസ്സിലാകും. ഭഗവാൻ പല സമയങ്ങളിലും പല ലീലകളിലും ഒക്കെ പ്രകടിപ്പിക്കാറ് രാധാഭാവം. അവസാന അന്ത്യലീലയൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഭഗവാന്റെ ഗ്രഹവേദനയൊക്കെ ഗ്രഹ ഭാവങ്ങളൊക്കെ തന്നെ വളരെ നമുക്ക് അത് നിങ്ങളാ ലെവലിലേക്ക് ആ സ്ഥലത്തേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇത് ആദ്യം ഭഗവാൻ രാധാഭാവം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാ നേരത്തെ ഇതിന പറഞ്ഞതിൻ്റെ 3 കാരണങ്ങളാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം. മാത്രമല്ല അദ്ദേഹത്തിന് എന്താണ് നാമസങ്കീർത്തന അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ. നോക്കുന്ന നമ്മൾ ശ്രീമദ് ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിനകത്ത് എന്താണ് പറയുന്നത്? കൃഷ്ണവർണം കൃഷ്ണ സങ്കോപാംഗ പാർഷദം യജ്ഞസങ്കീർത്തന പ്രായ ചിദന്തസ്തി സുമേധസ. ഇതിന്റെ ഭഗവാന്റെ അവതാര ഉദ്ദേശം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആ ശ്ലോകം ശ്രീ രാധാകൃഷ്ണ സ്വരൂപ ചൈതന്യ മഹാപ്രഭുന്ന് കൃഷ്ണൻ മാത്രമല്ല, രാധാകൃഷ്ണ സ്വരൂപ രാധയും കൃഷ്ണനും കൂടെ ചേർന്നിട്ടുള്ള ആ രൂപമാണ് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കൃഷ്ണവർണം കൃഷ്ണ അവർ പറയുന്നത്. ഈ അവതാരത്തിന്റെ കളർ വർണ്ണം സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വർണ്ണം കാർമേഘ എന്താണ് ശ്യാമസുന്ദര രൂപമാണ്. ഇവിടെ എന്താണ് സ്വർണ്ണവർണ്ണ ഹേമാങ്കോ. നിങ്ങൾ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി അതിനകത്ത് അത് പറയുന്നു. ഹേമാങ്കോ എന്നാണ് പറയുന്നത്. സ്വർണത്തിന്റെ നിറം. അതാണ് അതിന്റെ അതായത് കൃഷ്ണവർണ്ണം കൃഷ്ണ സങ്കോപങ്കസ പാർശ്വതം. അദ്ദേഹം തൻ്റെ എന്താണ് സന്തത സഹചാരികളുമായിട്ട് വന്ന യജ്ഞസങ്കീർത്തനെ പ്രായം. അപ്പൊ അടുത്ത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യജ്ഞസങ്കീർത്തന പ്രായ യദന്തസ്തി ഹി സുമേധസ. ഇത് കലിയുഗത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകും. അവരിതിനകത്ത് പങ്കാളികളാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൽ. അതുപോലെ തന്നെ അനേകം പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തെ പറ്റി വേറൊരു പരമപുരാണത്തിൽ പറയുന്നത് അതായത് ഇതിനകത്ത് പറയുന്നത് കലോ പ്രഥമ സന്ധ്യയാണ്. കലിയുഗത്തിന്റെ ആദ്യ ആരംഭത്തിൽ എന്താണ് മായാപൂരേ നവദ്വീപിൽ, മായപ്പൂരിലെ നവദ്വീപിൽ എന്താണ് അതിൽ പറയുന്നത് എന്താണ്? സജി ഗർഭേ പ്രവിശ്യാമി ജനാർദ്ദൻ. ആ സ്ഥലത്തിന്റെ പേര് വരും പറഞ്ഞു. കലിയുഗത്തിന്റെ ആരംഭത്തിൽ, അതായത് 550 എന്താണ് കലിയുഗം 5550 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയും. അപ്പൊ ആ കലിയുഗത്തിന്റെ ആരംഭത്തില് ഭഗവാൻ അങ്ങനെ നവദ്വീപിലുള്ള എന്താണ് നവദ്വീപ് മായപ്പൂരേ നവദ്വീപ്, മായപ്പൂരിലുള്ള നവദ്വീപിൽ ഉള്ള എന്താണ് സച്ചി ഗർഭേ പ്രവിശ്യാമി സച്ചി സച്ചിത ജനാർദ്ദൻ. അപ്പം ഈ കലിയുഗത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഭഗവാൻ ജനാർദ്ദനാണ് ഈ സച്ചിയുടെ ഗർഭത്തിൽ പ്രവിശ്യാമി. അദ്ദേഹം എന്താണ് അതിനകത്ത് അദ്ദേഹം അത് സച്ചിമാതാവിയുടെ ഗർഭത്തിൽ പ്രവിഷ്ടനായി അദ്ദേഹം അവതരിച്ചു. അത് ആരാണ്? പ്രവിശ്യാമി ജനാർദ്ദൻ, സാക്ഷാൽ ജനാർദ്ദൻ തന്നെ. സദാനന്ദ കൃഷ്ണൻ തന്നെയാണ് ഈ കലിയുഗത്തിൽ അവിടെ ദ്വാപരയുഗത്തിൽ ദേവയുടെ പുത്രനായിട്ട് ജനിച്ചു. അതേ ഭഗവാൻ തന്നെയാണ്, ജനാർദ്ദൻ തന്നെയാണ്. ഇത് യശോദാമയാണ് സച്ചി മാതാവ് എന്ന് പറയുന്നത്. ജഗന്നാഥ് മിശ്രയിൽ എന്ന് പറഞ്ഞ വാസുദേവൻ ഇവർ തന്നെയാണ്. അപ്പൊ അതേ ഇവർ തന്നെയാണ് കലിയുഗത്തിൽ സച്ചിമാതായിട്ടും ജഗന്നാഥ് മിശ്രയായിട്ട് വരുന്നു. അവരുടെ പുത്രനായിട്ട് അദ്ദേഹം ജനിച്ചത് സാക്ഷാൽ ജനാർദ്ദനൻ തന്നെയാണെന്നാണ്. അതങ്ങനെ വേദങ്ങളിലൊക്കെ ഇത് പറയുന്നു. അപ്പൊ അത്
അപ്പൊ അത് വേറൊരു കാരണം കൂടിയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് രൂപഗോസ്വാമി തൻ്റെ ആ ഇതിലൊക്കെ അത് പ്രത്യേകം എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഈ അവതാര ഉദ്ദേശങ്ങളൊക്കെ സ്ഥലത്തും അദ്ദേഹം എഴുതി വെച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തരിൽ ഏറ്റവും പ്രിയ ഭക്തനായിരുന്നു രൂപഗോസ്വാമി. ഇതൊക്കെ നമ്മൾ വായിച്ചു. അതാണ് പറയുന്നത്, ഇതൊക്കെ അറിയാവുന്ന ഭക്തർക്കാണ് ശരിക്കും എന്താണ് ഇത് അങ്ങനെയുള്ളത് ഭഗവാന്റെ ഈ നാമസങ്കീർത്തനത്തിൽ എന്താണ് പ്രായ നാമസങ്കീർത്തന പ്രായ ഹി സുമേധസ. ആ ബുദ്ധിയുള്ള ആൾക്കാർ, സുമേധ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ കലിയുഗത്തിൽ ഈ സത്യം മനസ്സിലാക്കി ഭഗവാന്റെ ദിവ്യനാമ സങ്കീർത്തനത്തിൽ പങ്കാളികളാവും. കാരണം ഇത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പ്രേമവിഹാരങ്ങളാണ്. നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത് അല്ലേ? നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾക്ക് എന്താണ് ആനന്ദം നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാതെ ആനന്ദാം ബുദ്ധിപദം പ്രതിഭ അല്ലേ? നമ്മൾ എത്രമാത്രം ഇതിൽ ഇൻവോൾവ് ആകുന്നു അത്രമാത്രം നമ്മൾ എന്താണ് ആഹ്ലാദ അനുഭൂതിയിൽ നമ്മൾ എന്താണ് ഉന്മത്തരാകുകയാണ് ചെയ്യുന്നത്. അതാണ് നാമസങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ശ്രവണാദി ചിത്തേ കാരണ ഉദയം. എന്നാൽ മാത്രമേ നമ്മുടെ ഭക്തി ആ ലെവലിലേക്ക് ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആരാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ഈ ലീലകൾ എൻജോയ് ചെയ്യാനും സാധിക്കും. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മളൊരു ആ ലെവലിലേക്ക് നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ ഭക്തിയുടെ സ്രോതം നമുക്കറിയാം അല്ലേ? ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥ നിർവൃതി ഇല്ലേ? ഇതിലൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത്. നിഷ്ഠ ആ ലെവലിലേക്കാണ് ആ ഭക്തിയുടെ എന്താണ് ഹൈറാർക്കി തുടങ്ങുന്നത്. അങ്ങനെയാണ്. ശ്രദ്ധ ആദ്യം നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് സാധുസംഘം, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുക. അപ്പൊ സാധുസംഘത്തിലാണ് നമുക്ക് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഭക്തി വളരെ നമുക്ക് ആ ഒരു ഉന്മാദ ലെവലിലേക്ക് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നു. ഭക്തന്മാരുടെ ഇടയിൽ അതാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള ആൾക്കാർ, അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റല്ലെങ്കിൽ ജപമായിട്ട് രണ്ടിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ കോൺഗ്രിഗേഷണൽ ചാൻറ്റിങ് അല്ലെങ്കിൽ നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തന യജ്ഞം എന്ന് പറയുന്നത് കൂട്ടായിട്ട് നമ്മൾ ഭക്തന്മാർ ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുകയും അത് ആസ്വദിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ എന്താണ് ആ പ്രേമശക്തി അതിൻ്റെ ഉന്മാദ തലത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ്? അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഭക്തിയുടെ തലത്തിൽ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടുള്ള എന്താണ് ഭഗവത് പ്രേമമൊക്കെ ഉണ്ടാകും. പക്ഷെ ആ രീതിയിലുള്ള ഈ പ്രേമഭാവങ്ങളൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ആ ഉന്മാദ ഭാവങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതും കടക്കണം. അത് നമ്മൾ അതിജീവിച്ചെങ്കിലേ അത് സാധ്യമാകത്തുള്ളൂ. അപ്പൊ ഇത് വ്യവസ്ഥാധിത ഭക്തിയിൽ കൂടി ഉണ്ടാകുന്ന അല്ലി അനുഭൂതി. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനൊക്കെ അതാണ് ആ ഭാവം, രാധാഭാവം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്താണ്? തൻ്റെ ഉള്ളിലുള്ള അന്തർലീനമായിട്ടുള്ള അതീന്ദ്രിയ സത്തെ അതും ആസ്വദിക്കുന്നത്. അതാണ് രാധാറാണി. അതെങ്ങനെ ഒരാളുടെ നമ്മൾ സ്വയം അത് ചെയ്യാൻ പറ്റുമല്ലോ, അതിനാണ് രാധാറാണി. അങ്ങനെ ഭഗവാൻ ഭാവത്തിൽ രാധാറാണിയായിട്ട് അത് ആസ്വദിക്കും. അതാ രണ്ടാമത്തെ അതീന്ദ്രിയ സത്ത, തന്നിലുള്ള അതീന്ദ്രിയ സത്ത അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ്. അത് രണ്ടാമത്തെ റീസൺ എന്ന് പറയും. മൂന്നാമത്തതോ അത് രാധ എങ്ങനെയാണ് ഇന്ദ്രിയെ അത് അതീന്ദ്രിയ രസം എങ്ങനെ ആസ്വദിക്കുന്നത് അറിയുന്നതിന് വേണ്ടി. അപ്പൊ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. അതാണ് നേരത്തെ പറഞ്ഞത്. രണ്ടും എന്താണ് രണ്ട് ശരീരമാണ് തോന്നുമെങ്കിലും ഏക്കിയാത്മ, ഒരേ ആത്മാവ്. അതുകൊണ്ട് നമുക്ക് അതാണ് രാഷ്ട്രീയയിലേക്ക് നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ അതീന്ദ്രിയ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതാണ് ഭഗവാന്റെ അതീന്ദ്രിയം. നമ്മൾ ഭൗതിക എന്താണ് ഈ സാധാരണ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നതിലുള്ള ലൈംഗിക രീതിയിലല്ല നമ്മൾ കാണുന്നത്.
പ്രേമഭക്തി എന്ന് പറഞ്ഞാൽ അതല്ല. അതാണ് നമ്മൾ ഭക്തന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ സീനിയർ ഡിവോട്ടീസ്, ഗുരുക്കന്മാർ, ഇവരൊക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പ്രേമഭാവം, ആരാധനാഭാവം, അതാണ് ശരിക്കുള്ള ഭക്തിയിലേക്ക് ഉയരുന്നവർക്കേ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണപ്രേമമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായനെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ ഗൗരചൈതന്യം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് നമോ മഹാവദന്യ. അദ്ദേഹത്തിന്റെ അവതാരം എന്ന് പറഞ്ഞത് മോസ്റ്റ് മോഗ്നിഫിസന്റ് അവതാരം. വേറെ ഒരു അവതാരത്തിനും ഭഗവാൻ ഇത്രയും ഒരു ഭാവത്തിൽ വന്നത് കാരുണ്യ അവതാരം. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾ എങ്ങനെയാണ് നോക്കിപ്പോ രാമായണ മാസമാണ്. അത് ഏത് ഭാവത്തിലാണ്? മര്യാദ പുരുഷോത്തമൻ. രാമായണ കർക്കിടക മാസമാണ് രാമായണം. നമ്മളെല്ലാ ദിവസവും വീടുകളിലും രാമായണം നമ്മൾ ചൊല്ലി കേൾക്കുന്നുണ്ട്. അതാരാണ്? മര്യാദ പുരുഷോത്തമൻ. അത് ത്രേതായുഗത്തിൽ. ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപര യുഗത്തിലോ എന്താണ് പൂർണ്ണ പുരുഷോത്തമൻ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞതാണ്. ഇത്രയും ലീലകൾ കാഴ്ചവെച്ച ഒരു അവതാരത്തിലും ഭഗവാൻ ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഏത് പേരിലറിയുന്നത്? പൂർണ്ണ പുരുഷോത്തമൻ എന്നുണ്ട്. സോ അതേ ഭഗവാൻ കലിയുഗത്തിൽ വന്നപ്പോഴോ അദ്ദേഹത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രേമ പുരുഷോത്തമൻ. സോ അതാണ് ചൈതന്യ മഹാത്മ. പ്രേമം. നമോ മഹാവദന്യ കൃഷ്ണപ്രേമ പ്രദായൻ. കൃഷ്ണപ്രേമം വാരിക്കോരി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഗ്രഡേഷനും ഇല്ല, എല്ലാവർക്കും കൃഷ്ണബോധം കൊടുക്കാനുള്ള ഒരേ ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അവതാരം ഉദ്ദേശം. അല്ലെങ്കിൽ മോസ്റ്റ് മഗ്നിഫിസന്റ് അവതാരം എന്ന് പറയുന്നത്, മോസ്റ്റ് മേഴ്സിഫുൾ അവതാരം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആണ്. കാരണം എന്താണ്? ജഗ ആൻഡ് മത എന്ന് പറഞ്ഞിട്ടുള്ള ആഭാസന്മാർക്ക് പോലും കൃഷ്ണപ്രേമം കൊടുത്ത വ്യക്തിയാണ് ചൈതന്യ മഹാപ്രഭു. ആരെയും അകറ്റുന്നില്ല. മറ്റുള്ള ഒരു അവതാരത്തിലൊന്നും ഭഗവാൻ ഇതൊന്നുമല്ല. അത് അവിടെ എല്ലാം ഭഗവാൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ശംഖ് ചക്ര ഗദാ പത്മേർ അഭിവക്ത ചതുർത്ഥി അല്ലേ? ഭഗവാൻ ആ രീതിയിലൊക്കെയാണ്. ഭഗവാൻ ആയുധങ്ങളുമായിട്ടാണ് വരാറുള്ളത് അല്ലേ? ഭക്തന്മാരെ രക്ഷിക്കുന്നതിനും തൻ്റെ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ കലിയുഗ അവതാരത്തിൽ അദ്ദേഹത്തിന് ഒരായുധവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ആയുധം എന്തായിരുന്നു? ഹരിനാമം. ഹരിനാമമാണ്. അത് ഈ ഹരിനാമം കൊണ്ടാണ് കലിയുഗത്തിൽ വന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കുലശേഖര ആഴവാർ പറഞ്ഞു ചത്തുചേതേക മന്ത്രം. ഈ മന്ത്രത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്ക്, നമ്മൾ അദ്ദേഹത്തിന്റെ മുകുന്ദമാല സ്തോത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ മനസ്സിലെ ശത്രുത ഉന്മൂലനം ചെയ്യുന്ന മന്ത്രമാണ്. ചത്തുചേതേക മന്ത്രം. ഈ ഹരേ കൃഷ്ണ മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ശത്രുത അകറ്റുന്ന മന്ത്രമാണ്. സർവവേദവാക്യ ഉപനിഷത് സംപൂജ്യ മന്ത്രം. ഇത് നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളും ഒക്കെ ഈ മന്ത്രത്തിന്റെ ഓരോ വാക്കുകളിലും സർവവേദ വാക്യ ഉപനിഷത്ത് എന്താണ്? സംപൂജ്യ മന്ത്രമാണ്. ഈ മന്ത്രത്തിന്റെ ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് എല്ലാ വേദോപനിഷത്തുകളിലും എടുത്തു പറയുന്നത്. അതാണ് ഈ മന്ത്രത്തിന്റെ പ്രത്യേകത. മാത്രമല്ല എന്താണ്? സംസാര ചേതേക മന്ത്രം. നമ്മുടെ മനസ്സ് ഈ ഭൗതിക ലോകത്തിൽ, സംസാരം എന്ന് പറഞ്ഞ ഭൗതിക ലോകത്തെയാണ്. സംസാര ചേതേക മന്ത്രം. ഈ ഭൗതിക ലോകത്തിൽ വരുന്ന അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ എന്താണ്? സംസാര ചേതേക. ഭൗതിക ലോകത്തിൽ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത് അല്ലേ? അതിനെയൊക്കെ ഛേദിക്കുന്ന മന്ത്രമാണ്, ഉന്മൂലനം ചെയ്യുന്ന മന്ത്രമാണ്. സംഘനിര്യാണ മന്ത്രം. മാത്രമല്ല അന്ധതയും അജ്ഞതയും അകറ്റുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. ഹരേ കൃഷ്ണ മന്ത്രത്തിൽ നമ്മൾ വായിച്ചു നോക്കി നമ്മുടെ എല്ലാ അന്ധതയും അജ്ഞതയൊക്കെ മാറ്റുന്നു. അതാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ ആ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് സംഘനിര്യാണ മന്ത്രം. മാത്രമല്ല ഇത്
സർവ ഐശ്വര്യ ഏക മന്ത്രം. എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ജപ കൃഷ്ണനാമം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ജപിക്കുക സദൈവം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. എന്താണ്? ജന്മസാഫല്യ മന്ത്രം. ഈ മന്ത്രം നിങ്ങളുടെ മനുഷ്യ ജന്മത്തെ സഫലീകരിക്കുന്ന മന്ത്രം കൂടിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയും. എന്താണ് മനുഷ്യന്റെ സാഫല്യ മന്ത്രം എന്ന് പറയും? നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള പ്രേമഭക്തിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ പോകുന്ന എവിടേക്കാണ്? വൈകുണ്ഠ ലോകത്തിനും അതീതമായിട്ടുള്ള ഭൂലോക വൃന്ദാവനത്തിന്റെ ഭഗവാന്റെ ഈ ഗോപികമാരുടെ ഒക്കെ ആയിട്ടുള്ള ആ ഭൂലോക വൃന്ദാവനത്തിലേക്കാണ് ഭഗവാന്റെ സഹചാരി. ആ സ്ഥലത്തിലേക്കാണ് അതാണ് ജന്മസാഫല്യം. ഇതൊന്നും നമ്മുടെ വ്യവസ്ഥായ ഭക്തിയിൽ കൂടി നമുക്ക് സാധ്യമല്ല. നമുക്ക് ഇതിൽ കൂടി വൈകുണ്ഠ ലോകത്തിലേക്ക് എത്താം. പക്ഷേ അതിനെയും അതിജീവിച്ച, അല്ലെ അതിനും അതീതമായിട്ടുള്ള ഭൂലോകവൃന്ദാവനത്തിൽ, അല്ലെ ഭഗവാന്റെ അതാണ് നമ്മള് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവനൊക്കെ പറഞ്ഞു. എന്താണ്? ചിന്താമണി, നാമ ചിന്താമണി, ഇല്ലേ? ചിന്താമണിയൊക്കെ ചിന്താമണി പ്രകര സത്മസകൽപവൃക്ഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഭഗവാനെ ആ തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് സാധ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, പരമദിവ്യത്വ പുരുഷനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുരുഷാസ പരംപാർത്ഥ ഭക്ത്യാ ലഭ്യസ്ഥനാണ്. ഭക്തി കൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് നമുക്ക് ലഭ്യമാകൂ. യസ്ഥാനി താനി ഭൂതാനി, അദ്ദേഹത്തിൻ്റെതായ വാസസ്ഥലമുണ്ട്. അതാണ് ഗോലോകവൃന്ദം. ഏന സർവമിതന്തം, സകല അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭഗവാനെ നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭക്ത്യാ ലഭ്യസ്ഥ അന്യത, ആ ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഇതൊക്കെയാണ് നമ്മൾ ആ ഭക്തിയിലേക്ക് നമ്മൾ അതിൻ്റെ തലങ്ങളിലെ ഭക്തിയുടെ വിവിധ തലങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്കിതൊക്കെ സാധ്യമാകും. സോ അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് വിവരിക്കുന്ന 26ാമത്തെ ശ്ലോകത്തിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ആ രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ചൈതന്യ മഹാപ്രഭു ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ലീലകൾ എന്തുവാണെന്നും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധ്യമാകുന്ന ആ ഒരു ഭാവത്തെ, ആ ഒരു നമ്മുടെ പ്രേമഭാവത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അവതാരത്തെ പറ്റി ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നതാണ്. നമ്മൾ മഹാവതന്യായ കൃഷ്ണപ്രേമ പ്രധാന അവതാര ഉദ്ദേശം കൃഷ്ണപ്രേമം തരുന്നു. കൃഷ്ണായ കൃഷ്ണ ചൈതന്യായ നമോ. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ വന്ദിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ 27, 28 ഈ ശുദ്ധ ഭക്തലന കരിമോ അവതാര കരീബ വിവിധ വിധ അദ്ഭുത വിഹാര വൈകുണ്ഠാദിനഹിയേ ലീലാര പ്രചാര ശേഷേ ലീല കരീബ യതോ മോര ചമത്കാര. വിവർത്തനം. ഈ പരിശുദ്ധ ഭക്തന്മാരോടൊപ്പം ഞാൻ അവതരിക്കുകയും വൈകുണ്ഠത്തിൽ പോലും അറിയപ്പെടാത്ത നാനാവിധ അദ്ഭുത ലീലകൾ നിർവഹിക്കുകയും ചെയ്യും. എന്നെപ്പോലും വിസ്മയിക്കുന്ന അത്തരം ലീലകൾ ഞാൻ പ്രചാരം ചെയ്യും. ഇതാണ് ഭഗവാൻ. ഇത് ഭഗവാൻ ഈ കാണിക്കുന്ന ലീലകളെല്ലാം എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ പരിശുദ്ധ ഭക്തരോടൊപ്പം ആ പഞ്ചാവതാരം നോക്കും, പഞ്ചതത്വം തന്നെ നോക്കും. ആരൊക്കെയാണ് ഭഗവാനോടൊപ്പം? ആരൊക്കെയാണ്? ജയ ജയ ശ്രീ ചൈതന്യ ജയം നിത്യാണ്. ഇപ്പൊ കൃഷ്ണനും ബലരാമകൃഷ്ണനും അത് പിന്നെ ആരാണ്? ഇദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ചതാണ് അദ്വൈതാചാര്യർ. ആരെ വിളിച്ചത്? അദ്വൈതാചാര്യർ. അതുപോലെ ഏതാണ്? അദ്വൈത ഗതധാര. ഗതധാരയാണ് രാധാറാണി. അതിനപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? ശ്രീവാസരാരാണ്? അത് നാരദമുനിയാണ്. ഓ ഇതെല്ലാം ഇവരെല്ലാമായിട്ട് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്താണ്? വൈകുണ്ഠത്തിൽ പോലും അറിയപ്പെടാത്ത, അതാ നോക്ക്, വൈകുണ്ഠത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇത് അറിയില്ല.
അവർക്കൊന്നും ഇത് ആസ്വദിക്കാൻ ഉള്ള ആ ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ഭഗവാന്റെ ഒഫീഷ്യൽ ഫോംസ് ആണ്. വൈകുണ്ഠ ലോകങ്ങളിലൊക്കെ നീക്കഴിഞ്ഞാൽ എല്ലാം വിഷ്ണു രൂപങ്ങൾ ഔദ്യോഗികമായിട്ട് അല്ലേ. നമുക്കൊരു ഭഗവാനെ ആ രീതിയിൽ നമുക്ക് അടുക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. നമ്മൾ പ്രഭാത് പറയാനുണ്ട്, അതായത് പ്രസിഡന്റ് ഇൻ ദ ഓഫീസ് ആൻഡ് എന്താണ് സെയിം പേഴ്സൺ ഇൻ ദ ഹൗസ് അല്ലേ. പ്രസിഡന്റ് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് തൻ്റെ കുട്ടികളുമായിട്ട് എത്രയോ കാഷ്വലായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അതേ പ്രസിഡന്റ് ഓഫീസിൽ ചെല്ലുമ്പോഴോ നമ്മൾ സ്വയം വീട്ടുകാരോട് ചെന്ന് കഴിഞ്ഞാലും എന്താണ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ. ആ ഒഫീഷ്യൽ ഫോമാണ് വൈകുണ്ഠലം എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ഫോം. അതാണ് പറയുന്നത് അവിടെ ഇതൊന്നും സാധ്യമല്ല. അതിനും ഉപരിയായിട്ടുള്ള ലോകത്തിലാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ലീലകളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇതിനകത്ത് പറയുകയാണ്, നോക്കൂ, ഞാൻ അവതരിക്കുകയും വൈകുണ്ഠ ലോകത്തിൽ പോലും അറിയപ്പെടാത്ത നാനാവിധ അത്ഭുത ലീലകൾ നിർവഹിക്കുകയും ചെയ്യും. എന്നെ പോലും വിസ്മയിക്കുന്ന അത്തരം ലീലകൾ ഞാൻ പ്രചാരം ചെയ്യും. അതാണ് പറയുന്നത്. ഭഗവാൻ നോക്കണം, ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നോക്കും. അദ്ദേഹം ജഗന്നാഥിനെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ഭാവമാറ്റങ്ങൾ എങ്ങനെ എത്രയോ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഓടി ജഗന്നാഥിനെ എന്താണ് ആലിംഗനം ചെയ്യാൻ ഓടുന്നത്. നമുക്കറിയാം ആ കഥകളൊക്കെ നിങ്ങൾ വായിച്ചാണ് അല്ലേ. അപ്പൊ അതാണ് ഭഗവാൻ ചൈതന്യം. അതാണ് പറഞ്ഞത് എന്നെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാന്നില്ല. അതാണ് ചൈതന്യം പറഞ്ഞു. അതുപോലെ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ അങ്ങനെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ എത്രയോ ഉയരത്തിലാണ് അദ്ദേഹം ഉയർന്ന് എന്താണ് ബ്രഹ്മാണ്ഡ ലോകം പോലും ഇത് ചെയ്യുന്നതാണ്. ദേവലോകം പോലും പ്രപഞ്ചം പോലും അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ എന്താണ് പ്രപഞ്ചം പോലും ലെഫ്റ്റ് റൈറ്റ് കുലുങ്ങുമെന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം കൈ ഉയർത്തി വീശുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ശക്തി. സിംഹം എങ്ങനെയാണോ കൈ ഉയർത്തുന്നത്, പുലിയൊക്കെ എങ്ങനെയാണ് എത്ര ശക്തിയോട് കൂടിയാണ് ആകാശത്തേക്ക് കൈ ഉയർത്തി അദ്ദേഹം നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ജഗന്നാഥ രഥയാത്രയൊക്കെ നടത്തുമ്പോൾ ജഗന്നാഥ് പുരി രഥയാത്രയുടെ മുമ്പിലൊക്കെ ചൈതന്യ മഹാപ്രഭുയുടെ സങ്കീർത്തനം കണ്ടു കഴിഞ്ഞാൽ എന്താണ് 7 പാർട്ടികളാണ്, 7 സങ്കീർത്തന പാർട്ടികളാണ് ജഗന്നാഥിന്റെ മുമ്പിൽ നാമസങ്കീർത്തനം ചെയ്യുന്നത്. അപ്പൊ സങ്കീർത്തനം കണ്ടപ്പോ എന്താണ് ജഗന്നാഥ് പോലും നിന്നു പോകും ഇത് ആസ്വദിക്കാൻ വേണ്ടി. ചൈതന്യ മഹാപ്രഭുവിന്റെ ആനന്ദ നൃത്തം കണ്ട തന്റെ സന്തത സഹചാരികളോട്ട് അദ്ദേഹത്തിന്റെ എന്താണ് നാമസങ്കീർത്തന യജ്ഞം ചെയ്യുമ്പോൾ ജഗന്നാഥ് പോലും നോക്കി നിൽക്കും. അങ്ങനെ രഥം പോലും അവിടെ നിൽക്കും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ചെന്ന് എന്താണ് ഭഗവാൻ രഥത്തിന്റെ പിന്നിൽ നിന്ന് പിന്നെ ഭഗവാനെ എന്താണ് പ്രസ് ചെയ്താണ് വീണ്ടും കൊണ്ടുവരുന്നത്. ചൈതന്യ മഹാപ്രഭു തന്റെ തല കൊണ്ട് ജഗന്നാഥിനെ പിന്നെ എന്താണ് കൃഷി ചെയ്താണ് വീണ്ടും ജഗന്നാഥ് അന്നേരമാണ് ഉണരുന്നത്. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു ഇപ്പൊ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ ഇതെല്ലാം നമുക്ക് കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവതരിച്ചത്. നമുക്കറിയാം അദ്ദേഹം സങ്കീർത്തന പാർട്ടി നടത്തി. നമ്മൾ എന്താണ് പൂരപൂർണിമയ്ക്ക് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ സങ്കീർത്തനം ചെയ്ത സ്ഥലങ്ങളിൽ കൂടിയൊക്കെയാണ് നമ്മൾ പൂർണിമയ്ക്ക് ഭക്തന്മാരെല്ലാം അദ്ദേഹം ഏത് വഴിയിൽ കൂടിയൊക്കെ നവദ്വീപിൽ നാമസങ്കീർത്തനം ചെയ്തു പോയ ആ വഴിയിൽ കൂടിയാണ് ഭക്തന്മാർ അതെല്ലാം അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണെന്ന് ചൈതന്യ മഹാപ്രഭു അദ്ദേഹം രാത്രിയിലൊക്കെ സങ്കീർത്തനം ചെയ്യുമ്പോൾ എത്താണ് ഇത് കണ്ട് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തനായിട്ടുള്ള അത് നമുക്കറിയാം നാമാചാര്യ ഹരിദാസ് താക്കൂർ. അദ്ദേഹവും ഭഗവാന്റെ നാമം ചൊല്ലി പോകുമ്പോൾ എന്താണ് ഗ്രാമത്തിൽ കൂടി ഭഗവാന്റെ നാമം ചൊല്ലി പോകുമ്പോഴാണ് അടുത്തുള്ള ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഹരിദാസ് താക്കൂർ നാമം ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ അവർ ജോലി
നിർത്തിയിട്ട് ഹരിദാസ് ഠാക്കൂറിന്റെ പുറകെ പോവുക. ഭഗവാന്റെ ഒരു ഭക്തൻ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ തന്നെ എത്രയോ ആൾക്കാരെ ആകർഷിക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം നമ്മൾ പറയാം. അപ്പൊ അതാണ് നമ്മൾ ആ ഭാവം അദ്ദേഹത്തിനെ പോലും കൺട്രോൾ ചെയ്യുക, അദ്ദേഹത്തിന് പോലും തന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. അതാണ് നമുക്കറിയാം നാമസങ്കീർത്തനം, നമ്മൾ കീർത്തനമൊക്കെ നടത്തുമ്പോൾ നോക്കാം, നമ്മൾ തന്നെ അറിയാം ഇല്ലേ. എത്രയോ ഭക്തന്മാരാണ് ആനന്ദം നൃത്തം ചെയ്യുന്നത്. ലോകത്ത് എത്രയോ സീറ്റുകളിലാണ്, എത്രയോ മഹാനഗരങ്ങളിലാണ് നാമസങ്കീർത്തനം ചെയ്യുന്ന ആൾക്കാർ ആനന്ദ സാഗരത്തിലാണ്. ഇതൊക്കെ എങ്ങനെ സാധ്യമാണ്? ആ ലെവലിലേക്ക് ഉയരുമ്പോൾ അവർക്ക് നമ്മുടെ ശരീരം മറന്ന് ആ ആനന്ദാമൃതാണ് നമ്മള് ഭൗഗികൽപ്പാൻ പറയുന്നത്. മച്ചിത്തപ്രാണ് ബോധയന്ത പരസ്പരം കഥയന്തസ്യ മാം നിത്യ തുഷന്തിച്ച രമന്തിച്ച. ഭൗഗികൽപ്പാൻ പറഞ്ഞ എൻ്റെ ഭക്തന്മാര് ഇങ്ങനെയുള്ള ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞ് ആനന്ദ സാഗരത്തിൽ ആറാടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവതരിച്ച് അദ്ദേഹം സ്വയം ഈ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ആൾക്കാരെന്താണ്, ഒരു രാത്രി ഫലമൊന്നുമില്ലാതെ 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ചൈതന്യ മഹാപ്രഭു ശ്രീവാസയുടെ വീട്ടിലൊക്കെ നാമസങ്കീർത്തനം ചെയ്തിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക. 3 ദിവസം രാവുകൾ അദ്ദേഹം നാമസങ്കീർത്തനം ചെയ്ത് ശ്രീവാസ ഠാക്കൂറിന്റെ വീട്ടിലൊക്കെ. നമ്മള് മായപ്പൂരി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം. ചൈതന്യ മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്ത അന്ന് ഉപയോഗിച്ച മൃദംഗങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മറ്റുള്ള ഭക്തന്മാരെല്ലാം ആരെയും അവിടെ കയറ്റിവിടില്ല. മറ്റുള്ളവരൊക്കെ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള വ്യവസായിക ഭക്തി അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അകത്തേക്ക് അവർക്ക് പ്രവേശനമില്ല. അവർക്ക് വെളിയിൽ നിന്നുകൊണ്ടാണ് ശബ്ദങ്ങളൊക്കെ കേട്ട് മാത്രമേ അവർക്ക് സാധിക്കും. അവർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. സ്മാർത്ഥ ഭക്തർക്ക് ഇതൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാം. അതാണ് ഭഗവാൻ, അതൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് അവിടെ നാമസങ്കീർത്തനം ചെയ്യുന്നത്. അതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുമ്പോഴും ഒക്കെ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയുള്ള ആനന്ദം നൃത്തം ചെയ്യാറുണ്ട്. അദ്വൈതാചാര്യയുടെ വീട്ടിലെ ശ്രീവാസ വീട്ടിലൊക്കെ ഇത് നിരന്തരം നടക്കുമായിരുന്നു. അതാണ് നാമസങ്കീർത്തത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഇതിൽ അത് പറയുന്ന അതാണ്. ഇതാണ് ഈ അത്ഭുത ലീലകളാണ് ചൈതന്യ അവതാരത്തിൽ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു നമുക്ക് കാട്ടിത്തന്നത്. 29 മോ വിഷയേ ഗോപി ഗണേശോപതിഭാവേ യോഗമായ കരിവേഗ അപന പ്രഭാവേ. യോഗമായവരുടെ സ്വാധീനം ഗോപികമാരിൽ ഞാൻ അവരുടെ ജാരകാമകനാണെന്ന മനോഭാവം. യോഗമായ ആ യോഗമായയിലാണ് എന്താണ് ഗോപികമാര്, അവർക്ക് എന്താണ് ജാരകാമകനാണെന്ന് മനസ്സിലാവുന്നു. നമുക്കറിയാം ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്റെ മുരളി ഊതുമ്പോൾ എന്താണ് അവരെന്ത് ചെയ്യുന്നു അതെല്ലാം വീക്ഷിച്ച് ആ ഭാഗത്തേക്ക് ഓടുകയാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അത് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ആഹാരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കും അത് ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റെന്ത് ജോലികൾ ചെയ്തു അതെല്ലാം അന്നേരം അവിടെ ഇട്ടിട്ട് അവര് ഭഗവാന്റെ ആ നാദം കേൾക്കുന്ന ആ സ്ഥലത്തിലേക്ക് അവരെല്ലാം. അതാണ് ആ പ്രേമ ഭക്തി എന്ന് പറയുന്നത്. മുരളിയുടെ നാദം തന്നെ കേൾക്കുമ്പോൾ അവർക്ക് ബാക്കി എല്ലാവരും മറക്കും. അതാണ് ആനന്ദ ഭാവ എന്ന് പറയുന്നത്, പ്രേമ ഭാവ എന്ന് പറയുന്നത്. അതാ ഗോപികമാരിൽ സർവശ്രേഷ്ഠ ആരാണ്? രാധാരാധ. വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഭഗവാന്റെ ലീലകളൊക്കെ ആരാണ് അറിയുന്നത്? എല്ലാം രാധാറാണി. അതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാവത്തിലേക്ക് അവർക്ക് ഗോപികമാർ, അതാണ് പറഞ്ഞത്
അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് ആ ആത്മബന്ധമാണ് അല്ലേ? നമ്മുടെ ഇതിനകത്ത് പറയുന്നത് പോലെ ചൈതന്യരിതാമൃതത്തിൽ തന്നെ പറയുന്നത് പോലെ അതിനകത്ത് പറയുന്നത് എന്താണ്? കൃഷ്ണ എന്താണ് തത്വവസ്തു കൃഷ്ണ. എല്ലാവരും ആരെയാണ് നോക്കുക? ആരാണ്? തത്വവസ്തു കൃഷ്ണ. നമ്മുടെ എല്ലാവരുടെയും തത്വവസ്തു കൃഷ്ണൻ. അതെങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ? കൃഷ്ണഭക്തി. അതെങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? കൃഷ്ണഭക്തിയിലൂടെ. പ്രേമരൂപ നാമസങ്കീർത്തനം. അതിന്റെ പ്രേമരൂപമാണ് നാമസങ്കീർത്തനം. സർവജഗത് ആനന്ദ സ്വരൂപം. ഇതാണ് നമ്മുടെ ശരിക്കുള്ള മൂലസ്വരൂപം. ഇതൊക്കെ എങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ എന്ന ഒരു ലിമിറ്റേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പായിട്ട് എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? അത് ആനന്ദ സർവജഗത് ആനന്ദ സ്വരൂപം. ഈ ലെവലിലേക്ക് ചേരുമ്പോഴാണ് നമ്മളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നില്ല. അത് തത്വവസ്തു കൃഷ്ണ, കൃഷ്ണഭക്തി, പ്രേമരൂപ നാമസങ്കീർത്തനം. അപ്പൊ അതിന്റെ പ്രേമരൂപമാണ് നാമസങ്കീർത്തനം. അതാണ് രസദാൻസ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രേമരൂപം. അല്ലെ നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്നിട്ടുള്ള അല്ലെ നമ്മുടെ ആ ലൈംഗിക ബന്ധം, ഇതൊന്നും അല്ലത്. ഇത് പ്രേമരൂപം, പ്രേമവിഹാരങ്ങളാണ്. ഇതിൽ അല്പം പോലും മറ്റേ കാമം എന്ന് പറഞ്ഞാൽ അതാണ്. കാമവും ഭക്തിയുള്ള വ്യത്യാസമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ ചാപ്റ്ററിലെല്ലാം പറയുന്ന കാമം എന്താണ്, പ്രേമം എന്താണ്, കൃഷ്ണപ്രേമം അതിനെപ്പറ്റിയാണ്. പ്യുവർ കൃഷ്ണ ഭക്തി അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് നമ്മൾ എത്ര ഇത് കേട്ടാലും അതാണ് അത് നമുക്ക് ആ ലെവലിൽ എത്രമാത്രം നമ്മൾ അത് ഉൾക്കൊള്ളുന്ന ആ ലെവലിലേക്ക് വരുന്നതിലേക്ക് നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അതാണ് there is no limitation എന്ന് പറയുന്നത്. ഭഗവാൻ പോലും അതായിരുന്നു. ഭഗവാൻ ആ ഫീലിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ രാധാറാണി ഓർക്കുമ്പോഴാണ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അതാണ് സോ മാധുര്യം, സോ സ്വീറ്റ്. സർവജഗത് ആനന്ദ സ്വരൂപം. ആ ലെവലിലേക്ക് ഉയർന്നവർക്കെല്ലാം എപ്പോഴും ആനന്ദ സ്വരൂപമാണ്. അവരുടെ പ്രവൃത്തികളായാലും എല്ലാം, ചേഷ്ടകളായാലും എല്ലാം എന്താണ്? ആനന്ദ സ്വരൂപമാണ്. ആനന്ദത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന പ്രവൃത്തികളായിരുന്നു നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ശ്ലോകം 30. ആമിഹ ന ജാനിതാഹ ന ജാനേ കോപി ഗാന ദുൻഹാര രൂപ ഗണേ ദുൻഹാര നിത്യഹാരേ മന. ഗോപികമാരോ ഞാനോ ഇത് അറിയുന്നില്ല. കാരണം ഞങ്ങളുടെ മനസ്സുകളെല്ലാം ഇപ്പോഴും പരസ്പര സൗന്ദര്യത്താലും ഗുണങ്ങളാലും ആനന്ദ പരവശത്തിലുണ്ട്. ഇത് ഗോപികമാരും അറിയുന്നില്ല, ഭഗവാനും അറിയുന്നില്ല. നമുക്കറിയാം, ഭഗവാനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ, ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ സമയം പോലും നമ്മൾ അറിയാറില്ല. നമുക്കറിയാം, മഹാരാജ് പരീക്ഷിത് ഒറ്റ പ്രാവശ്യമേ കേട്ടുള്ളൂ ശ്രീമദ് ഭാഗവതം. 7 ദിവസം അദ്ദേഹം ഒറ്റ പ്രാവശ്യമേ കേട്ടുള്ളൂ. വേറെ എവിടെ നമ്മൾ കേട്ടിട്ടുണ്ടോ? പരീക്ഷിതന്മാർ വേറെ ആരുടെ അടുത്തും പോയി നമ്മൾ കേട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യമേ കേട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ആ 7 ദിവസം അദ്ദേഹം ജലപാനം പോലും മറന്ന് അത് കേട്ടു. അതാണ് സപ്താഹം. നമ്മൾ എത്ര പ്രാവശ്യം, ഇപ്പം നമ്മൾ എത്രയോ സപ്താഹങ്ങൾ നടക്കുന്ന എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. മഹാരാജ് പരീക്ഷിത് ഒറ്റ പ്രാവശ്യം സപ്താഹം കേട്ടു. പക്ഷെ അദ്ദേഹം 7ാമത്തെ ദിവസം ഈ പറഞ്ഞ സ്ഥലത്ത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ സപ്താഹത്തിന്റെ വൈശിഷ്ട്യം. അദ്ദേഹം ജലം പോലും എന്താണ് സമയം 7 ദിവസം എങ്ങനെ പോയെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. നിങ്ങൾ ശ്രീമദ് ഭാഗവതം വായില്ലേ? ഒരു നിമിഷം എത്രയോ ഇതായിട്ടാണ് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ അത് വന്നു അല്ലേ? ആ ഭഗവാന്റെ ആ കഥകൾ കേട്ട് അദ്ദേഹം എന്താണ് സമയങ്ങൾ പോലും മറന്നു. അതാണ്
ഇത് നമ്മൾ ഗോലോക വൃന്ദാവനം അല്ലെങ്കിൽ ആ വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത് എന്താ? ഇവിടെ സമയം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ ഗോപികമാരും ഭഗവാന്റെ അടുക്കൽ ഇരുന്നു അവർ സമയം പോലും അറിയില്ല. അതാണ് പറയുന്നത്, എനിക്കും അവർക്ക് സമയവും അല്ലെങ്കിൽ എന്താണ് അവരാരെന്ന് അറിയുന്നില്ല, ഞാൻ ആരെന്ന് അറിയുന്നില്ല എന്ന് പറയും. നമുക്ക് ചിലപ്പോഴൊക്കെ ഇത് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഒരു നിമിഷമൊക്കെ ഇതൊക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ നമുക്ക് അനുഭവിക്കാനുള്ള സമയം കിട്ടാറുണ്ട്. നല്ല ഭക്തന്മാരൊക്കെ വന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അതുപോലെ തന്നെ നല്ല ഭക്തന്മാരെ സങ്കീർത്തനം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ സമയം ഓർക്കാറ് പോലും. അതാണ് വൈകുണ്ഠ ലോകം. അവിടെ സമയം എന്ന് പറഞ്ഞില്ല. കാരണം അവിടെ നിറയെ ഇതാണ് ആനന്ദ സ്വരൂപം. ഭഗവാന്റെ ഒരേ ഈ പ്രേമ വിഹാരങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് സമയത്തെ പോലും ചിന്തിക്കാനോ സമയമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും നമ്മൾ ആർക്കും അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അതാണ് ചരിതാമൃതം അല്ലെ ചൈതന്യ മഹാപ്രഭുവിന്റെ നമ്മുടെ പ്രേമഭക്തിയുടെ പ്രത്യേകതയാണ് ഇതിനകത്തെല്ലാം വർണ്ണിക്കുന്നത്. വൈകുണ്ഠ ലോകവും അതുപോലെ തന്നെ ഗോലോകവൃന്ദാവനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസത്തെ പറ്റിയാണ് പറയുന്നത്. വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാവുന്നതാണ്, അതല്ല ഭഗവാന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ. പക്ഷേ ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കാഷ്വലായിട്ട് എങ്ങനെയാണോ പ്രസിഡന്റ് വീട്ടിൽ വരുമ്പോൾ തൻ്റെ മക്കളുമായിട്ട് എങ്ങനെയാണോ വീട്ടിൽ അവിടെ സ്ഥാനമാനങ്ങൾ പോലും ഉണ്ട്, എത്ര കാഷ്വലായിട്ടാണ് മക്കളുമായിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും ഒക്കെ അല്ലെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപെടുന്നത്. പക്ഷെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് സാധ്യമാണ്. അതാണ് വൈകുണ്ഠ ലോകം. ഒഫീഷ്യൽ ഫോമാണ് അവിടെ. ഭൂലോകവൃന്ദാവും ഭഗവാന്റെ കാഷ്വൽ പറഞ്ഞുകൊണ്ട് പരസ്പരതയില്ല നമ്മൾ ആ പ്രേമ ഭക്തിയുടെ വ്യവഹാരങ്ങൾ മാത്രം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും സാധാരണ ഭക്തർക്കോ അല്ലെങ്കിൽ മറ്റാണ് പറഞ്ഞിട്ടുള്ള ജ്ഞാനികൾക്കോ അങ്ങനെയുള്ള യോഗികൾക്ക് ഇതൊന്നും അവർക്കത് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ് വേണം അതിലേക്ക് അതിജീവിച്ചെങ്കിൽ ആ പ്രേമഭക്തിയിലേക്ക് വരുന്നവർക്ക് മാത്രമേ ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ എന്നാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് വൃന്ദാവനത്തിലെ ആ പരാക്കിയ ഭാവം എന്ന് പറയുന്നത്. അവിടെയുള്ള പരാക്കിയ ഭാവം. അപ്പൊ അതുകൊണ്ട് അതല്ലാത്ത ഈ പ്രേമഭക്തിയിലേക്ക് വരാത്തവർക്ക് അനാഹം പ്രകാശ സർവസ്യ യോഗമായ മായ അവരെ ആ കർട്ടനിട്ട് അവരെ അവിടെ നിർത്തുന്നതാണ്. നാഹം പ്രകാശ സർവസ്യ. അപ്പൊ ആ പ്രേമഭക്തിയിലേക്ക് വരാത്തവർക്ക് ഇതൊന്നും ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ അന്തസ്സത്തെ എന്താണെന്നോ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അവിടെ അവരെ ആ കർട്ടനിട്ട് അവരെ അവിടെ നിർത്തിയിരിക്കുക. അത് ഭഗവാനെ ആരാണെന്ന് പറയാം. മൂഢോയം അഭിജാനാതി യോഗോ മാമജമായി അവ്യയം. അവർക്ക് ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവർക്കറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഈ പറഞ്ഞുള്ള പ്രേമഭക്തിയില്ല പരാഗ്യ ഭാവത്തിലേക്ക് വരുമ്പോഴാണ് അതൊക്കെ ആസ്വദിക്കാനും ഭഗവാനെ പൂർണ്ണമായിട്ടും എന്താണ് നേരിട്ട് ലീലകളൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അന്നേരമാണ് കിട്ടുന്നതെന്ന്. അതാണ് ആ ഭക്തിയുടെ ഭാവങ്ങളിലെ പരമോന്നതമായിട്ടുള്ള ഭാവങ്ങളിലേക്ക് സ്ഥലങ്ങളിലെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ആ ലെവൽ അനുസരിച്ച് ഭക്തിയിൽ നമ്മൾ ഇതിലേക്ക് ഉയരുന്ന അനുസരിച്ചാണ് നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അത് അന്നേരമാണ് ഭഗവാൻ നമുക്ക് പൂർണ്ണ ഈ പറഞ്ഞിട്ടുള്ള പ്രേമ പുരുഷോത്തമൻ ആരാണെന്ന് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. അപ്പൊ ഈ 20-30 വരെയുള്ള ശ്ലോകങ്ങളെ കാരണം എനിക്ക് സമയം തന്നിരിക്കുന്ന എനിക്കൊന്ന് കഴിഞ്ഞിരിക്കുന്നു.
ഇതുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ ഇത് ഉപസംഹരിക്കുകയാണ്. തന്നിരിക്കുന്ന സമയം എനിക്ക് 45 മിനിറ്റ്സ് ആണ് തോന്നുന്നത്. അത് ആയിക്കഴിഞ്ഞു. ആർക്കെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. ക്ലാസ് വളരെ നല്ലതായിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി. വളരെ ആത്മാർത്ഥമായി നന്ദിയുണ്ട് പ്രഭു. ഇന്നലെ മാതാജിയുടെ ഗംഭീര ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് താങ്കളുടെ വളരെ വളരെ സന്തോഷം. സ്വാഗതം പ്രഭു. പ്രഭുവിനെ പോലുള്ള സീനിയർ വൈഷ്ണവരുടെ ക്ലാസ് നമുക്ക് ആവശ്യമുണ്ട്, പ്രത്യേകിച്ചും ചോദന ചെറുതാണ്. താങ്ക് യു പ്രഭുജി. ഈ സുന്ദരമായ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചകളിലും പ്രഭു നമ്മൾ അനുഗ്രഹിക്കും. ഞങ്ങൾക്കും അനുഗ്രഹം. അതിനുള്ള അവസരം തരുന്നില്ല. നിങ്ങൾ ഈക്വലി താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച കാണാം ബ്രോ. ശരി എന്നാ എന്റെ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. പ്രണാമം. അടുത്ത ആഴ്ച കാണാം എല്ലാവരും. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.